ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിൽ നിന്നും അല്പം മാറി നിൽക്കുന്ന എന്നാൽ രാഷ്ട്രീയത്തിന് കൃത്യമായി തന്നെ മേൽക്കൈയുള്ള വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോളിളക്കമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. ആ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി BJP പ്രതീക്ഷിക്കുന്നത് ഒരു ത്രികോണ മത്സരമാണ്. BJPക്ക് ഇത്ര പ്രതീക്ഷ നൽകുന്നത് അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. അശ്വിനി എന്ന് പറയുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് BJP ഇക്കുറി കാസർഗോഡ് നടത്തുന്നത്. ഈ സാഹചര്യത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതേ സാഹചര്യത്തിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വനിതകളുടെ വോട്ട് അതിന് വലിയ പ്രാധാന്യമുണ്ടെന്നും ആ വോട്ടുകൾ കൊണ്ട് തന്നെ ഒരു പക്ഷേ അശ്വിനിക്ക് മികച്ച നേട്ടം കൈവരിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJPക്കുണ്ട്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് ഇക്കുറി മത്സരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന വ്യക്തിക്ക് കൃത്യമായ സ്വാധീനം ജനങ്ങൾക്ക് ഇടയിലുണ്ട് എന്നുള്ള കാര്യവും തീർച്ചയാണ്. അത് വസ്തുതയുമാണ്, ചരിത്രവുമാണ്. അതേ സാഹചര്യത്തിൽ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഇനി ഒരു ലോക്സഭാ മണ്ഡലവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, അതിന് സാധിക്കുകയില്ല എന്ന് വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ് എല്ലാ ലോക്സഭാ മണ്ഡലത്തിലും CPIഎം ആണെങ്കിലും CPI ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. മന്ത്രിസഭയിൽ നിന്ന് പോലും മന്ത്രികളെ പോലും നേരിട്ട് കളത്തിലിറക്കിക്കൊണ്ടാണ് ഇക്കുറി ഇടതുപക്ഷം വോട്ട് ശേഖരിക്കാൻ ഇറങ്ങുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇക്കുറി കാസർഗോഡത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ബാലകൃഷ്ണൻ മാഷാണ്. അതുകൊണ്ട് തന്നെ ഒരു കനത്ത പോരാട്ടത്തിലേക്ക് ഏറെ പ്രതീക്ഷയ്ക്കെല്ലാം തന്നെ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം സാക്ഷിയാകാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സ്ഥാനാർത്ഥി വിവരങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ML അശ്വിനിയാണ് കാസർഗോഡ് എത്തുന്നതെന്ന് ആദ്യമേ സൂചിപ്പിച്ചു കഴിഞ്ഞു. UDFന്റെ ഭാഗത്തു നിന്ന് എത്തുന്നത് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. സിറ്റിംഗ് MP തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യം ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അജണ്ട അത് തന്നെയായിരുന്നു. സിറ്റിംഗ് MP മാർ മാത്രമാണ് മത്സരിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വരികയാണെങ്കിൽ വലിയ ഒരു ഇടതുപക്ഷ പാരമ്പര്യത്തെ തകർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ വലിയൊരു മുന്നേറ്റം സാധ്യമായത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇനി അതേസമയം തന്നെ LDFിൽ നിന്നും എത്തുന്നത് CPIഎമ്മിന് വേണ്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ബാലകൃഷ്ണനാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. അതായത് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾ തമ്മിലാണ് ഇപ്പോൾ കൊമ്പ് കോർക്കാൻ ഇറങ്ങുന്നത്. ഇനി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 35 വർഷത്തിന് ശേഷമാണ് LDFിൽ നിന്നും ഭരണം നഷ്ടമാക്കിക്കൊണ്ട് UDF അവിടെ ഭരണം പിടിക്കുന്നതെന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് എന്നുള്ളതാണ്. അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള സിറ്റിംഗ് MP അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള സീറ്റ് എന്ന് പറയുന്നത് അത് അത്ര വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ സാക്ഷ്യം വഹിച്ചിരിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ് എന്നുള്ളതാണ് അതിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതേസമയം തന്നെ അതിന്റെ നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ എന്നിങ്ങനെയാണ് നിയമസഭാ മണ്ഡലങ്ങൾ വരുന്നത്. അതേസമയം തന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായ കല്യാശ്ശേരി, പയ്യന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളും കാസർഗോഡ് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ചില മണ്ഡലങ്ങൾ കാസർഗോഡുള്ളതും എന്നാൽ 2 മണ്ഡലങ്ങൾ കണ്ണൂരിൽ നിന്നുള്ളതുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കാസർഗോഡേക്ക് ഒരു സ്ഥാനാർത്ഥിയെ പാർട്ടി നിശ്ചയിക്കുന്ന സാഹചര്യത്തിൽ അത് കണ്ണൂരിനും കാസർഗോഡിനും അവകാശപ്പെട്ടതായിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അതായത് ഇത്തവണ കാസർഗോഡ് നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാക്കുന്നതെങ്കിൽ അടുത്ത തവണ സ്ഥാനാർത്ഥിയാക്കുന്നത് അത് കണ്ണൂരിൽ നിന്നുമുള്ളതാണ് എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു ആശങ്ക ഉണ്ടാകാനുള്ള കാരണം ഇത് തന്നെയാണ്. കണ്ണൂരിലെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് കാസർഗോഡത്തെ സ്ഥാനാർത്ഥി വേണം, അല്ലെങ്കിൽ കാസർഗോഡത്തെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും ഒരാളെ പരിഗണിക്കണം. അത്തരമൊരു ആശങ്കയും ചർച്ചയും യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൽ നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഇരു ജില്ലകളെയും അതായത് കണ്ണൂരിനെയും കാസർഗോഡിനെയും റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി വരുന്നത്. ഇനി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് തിരികുകയാണെങ്കിൽ 2004 മുതലുള്ള കണക്കുകൾ പരിശോധിക്കാം. 2004 മുതൽ 2004 അവിടെ ലീഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വിജയിച്ചിട്ടുണ്ടായിരുന്ന പാർട്ടി എന്ന് പറയുന്നത് CPIഎം ആയിരുന്നു. സ്ഥാനാർത്ഥി P കരുണാകരനായിരുന്നു. അദ്ദേഹം കരസ്ഥമാക്കിയ വോട്ടുകൾ 4,37,284 വോട്ടുകളാണ്. എന്നാൽ അതേസമയം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2ാം സ്ഥാനത്തും BJP 3ാം സ്ഥാനത്തുമാണ്. 3 ലക്ഷത്തോളം വോട്ടുകൾ നേടാനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതേസമയം തന്നെ BJPക്ക് 1 ലക്ഷത്തോളം വോട്ടുകൾ കരസ്ഥമാക്കാനാണ് സാധിച്ചത്. BJP സംബന്ധിച്ചിടത്തോളം 1,10,328 വോട്ടുകളാണ്. അതേസമയം തന്നെ കൃത്യമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 3,29,028 വോട്ടുകളാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് NA മുഹമ്മദ് ആയിരുന്നു. BJPയുടേത് V ബാലകൃഷ്ണ
ഷെട്ടിയായിരുന്നു എന്നുള്ളതാണ്. 2009 തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുകയാണെങ്കിൽ അപ്പോഴും അവിടെ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പി കരുണാകരൻ തന്നെയാണ്. അത് സി പി ഐ തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. 3,85,522 വോട്ടുകളിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. CPM-ന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആദ്യത്തേത് 4 ലക്ഷത്തോളം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് 3 ലക്ഷത്തിലേക്ക് ചുരുങ്ങി എന്നുള്ളതാണ്. അതേസമയം തന്നെ ഷാഹിദ കമാലായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 3,21,095 വോട്ടുകളാണ് കോൺഗ്രസിന് സ്വന്തമാക്കാൻ സാധിച്ചത്. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം കെ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 1,25,482 വോട്ടുകൾ നേടാനായിട്ട് സുരേന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ തന്നെ CPM-നെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിലും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളായിട്ട് ചെറിയ ഒരു നേരിയ വ്യത്യാസത്തിലെങ്കിലും വോട്ടിന്റെ ഒരു കുറവ് സംഭവിച്ചതായി കാണാൻ സാധിക്കും. എന്നാൽ അതേ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിലെങ്കിലും വോട്ടിന്റെ ശതമാനത്തിൽ അല്ലെങ്കിൽ വോട്ടിന്റെ തോതിൽ ഒരു വർധനമുണ്ടായതായും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 2009 ശേഷം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ അവിടെ വീണ്ടും CPM തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. വീണ്ടും പി കരുണാകരൻ തന്നെയാണ് വിജയിച്ചു വരുന്നത് എന്ന് കാണാൻ സാധിക്കും. 3,84,694 വോട്ടുകൾ അദ്ദേഹം നേടുന്നുണ്ട്. ടി സിദ്ദിഖാണ് പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും വരുന്നത്. അദ്ദേഹത്തിന് 3,78,043 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. BJPയുടെ ഭാഗത്തു നിന്നും കെ സുരേന്ദ്രൻ തന്നെയാണ് 1,72,826 വോട്ടുകളാണ്. ഇതിൽ BJPയുടെ വോട്ട് നില പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടായിരുന്നത് 1,25,000 ആണെങ്കിൽ, അതായത് 2009 1,20,000 വോട്ടുകളാണെങ്കിൽ അത് 2014 എത്തുന്ന സാഹചര്യത്തിൽ BJPയുടെ 1,72,000 അത് കൂടിയതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും നേരിയ തലത്തിലുള്ള ഒരു വർധനം ഉണ്ടായിട്ടുണ്ട്. 3,78,000 കോൺഗ്രസിന് വർദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ കുറഞ്ഞു വരുന്നതായി കാണാനായിട്ട് സാധിക്കും. നേരിയ വോട്ടുകളുടെ തോതാണെങ്കിൽ പോലും അതിലൊരു വലിയ ഒരു കുറവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ട്രെൻഡ് മാറ്റം എന്ന് പറയുന്നത് 35 വർഷത്തോളം CPM-ന്റെ കയ്യിലായിരുന്ന കാസർഗോഡ് പിന്നെ 2019 ട്രെൻഡ് അപ്പാടെ മാറിക്കൊണ്ട് കോൺഗ്രസിലേക്ക് തിരിയുന്നത് എന്നുള്ളതാണ്. ഈ ട്രെൻഡ് മാറ്റം പല സാഹചര്യത്തിലും നമുക്ക് നേരിയ തോതിലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ആ CPM തന്നെയാണ് ലീഡ് ചെയ്ത് വരുന്നതെന്ന് കാണാൻ സാധിക്കും. 2004 മുതൽ 2014 വരെ വിജയിച്ചെത്തിയിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പി കരുണാകരൻ തന്നെയാണ്. അത് CPM തന്നെയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റത്തിന്റെ കാറ്റ് യഥാർത്ഥത്തിൽ 2019 കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായതെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് അവിടെ കോൺഗ്രസിന് മേൽക്കൈ ലഭിച്ചുകൊണ്ട് അവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ വിജയിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനായിരുന്നു. 4,74,961 വോട്ടുകളാണ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. അതേ സാഹചര്യത്തിൽ തന്നെ CPM-ന്റെ ഭാഗത്ത് നിന്ന് KP സതീഷ് ചന്ദ്രനാണ് മത്സരിച്ചത്. 4,34,523 വോട്ടുകളാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം രവീശ തന്ത്രി ഗുണ്ടാറാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 1,76,049 വോട്ടുകൾ സ്വന്തമാക്കാനാണ് സാധിച്ചത്. ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം 1,00,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ 1,25,000 നിന്നും 72 എന്നുള്ള ഒരു വർധനവ് യഥാർത്ഥത്തിൽ BJPക്ക് 3 വർഷങ്ങളായിട്ട് ഉണ്ടായി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതേ സാഹചര്യത്തിൽ ആ 1,00,000 നിന്നും 2,00,000 ഒരു വലിയൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJPക്ക് ഈ 3 വർഷത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നും തന്നെ കാണാൻ സാധിക്കും. അതായത് BJPയുടെ സീറ്റ് നിലയിൽ വലിയ ഒരു മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ CPM-ന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും കനത്ത മത്സരം തന്നെ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 4,74,961 വോട്ടുകൾ വിജയിച്ച പാർട്ടിയായ കോൺഗ്രസ് നേടിയെങ്കിൽ 4,34,523 വോട്ടുകൾ യഥാർത്ഥത്തിൽ CPM നേടിയ ഒരു ടൈറ്റ് ടു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF തരംഗമുണ്ടായിരുന്നു, ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു എന്നുള്ളത് സ്വാഭാവികമാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്ര വലിയൊരു മേൽക്കൈ ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളതും വസ്തുത തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് അത് കാസർഗോഡ് പോലും അലയടിച്ചു എന്നുള്ളതാണ്. 35 വർഷത്തെ കോട്ട തകർത്തുകൊണ്ട് കോൺഗ്രസിന് അവിടെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇനി 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് ഒരർത്ഥത്തിൽ CPM-നേക്കാളും കോൺഗ്രസിനേക്കാളും ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മുന്നണി എന്ന് പറയുന്നത് അത് NDA ആണ്. NDAയുടെ പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം അവിടെ ML അശ്വിനിയാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. ML അശ്വിനിയെ അവിടെ കളത്തിലിറക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്. മാത്രമല്ല ML അശ്വിനി എന്ന് പറയുന്ന വ്യക്തിയിൽ BJPക്കുള്ള ഏറെ പ്രതീക്ഷയും അവിടെ പ്രകടമാണ്. മഞ്ചേശ്വരം ബ്ലോക്കിലെ കടമ്പാർ ഡിവിഷൻ പ്രതിനിധിയും മഹിളാ മോർച്ച നേതാവുമാണ് അശ്വിനി. അതേസമയം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും കൂടിയാണ്. വലിയൊരു പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ BJPക്ക് കാസർഗോഡുള്ളത്. അശ്വിനിയുടെ ഭാഗത്തു നിന്നും പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞ് വലിയ തരത്തിലുള്ള സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ലഭിക്കാനും അല്ലെങ്കിൽ അത്തരം ഒരു നീക്കത്തിനെല്ലാം തന്നെ ആ പ്രചരണം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഇനി അതേസമയം
സമയം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സിറ്റിംഗ് MP ആണ് എന്നുള്ളതും അദ്ദേഹം AICCയിലെ അംഗവും കൂടിയാണ്, പാർട്ടി വാക്താവുമായിരുന്നു. 2ാം തവണയാണ് ഇവിടെ മത്സരിക്കുന്നത്. അതായത് നിലവിലെ സിറ്റിംഗ് MP ആണ്, വീണ്ടും ഇപ്പോൾ 2ാം തവണ തന്നെയാണ് അദ്ദേഹം കാസർഗോഡ് മത്സരിക്കുന്നത് എന്നുള്ളതും അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷയുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി CPM-ലേക്ക് വരികയാണെങ്കിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MB ബാലകൃഷ്ണൻ പാർട്ടിയുടെ മുൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവും എന്ന നിലയിൽ ആ ജനങ്ങൾക്കിടയിൽ ഏറെ സ്വാധീനമുള്ള വ്യക്തി തന്നെയാണ്. മുഴക്കം സ്വദേശിയാണ് അദ്ദേഹം, റിട്ടയർഡ് അധ്യാപകൻ കൂടിയാണ്. ആദ്യമായാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്ത് തന്നെയാണെങ്കിലും ഒരു വലിയ പോരാട്ടം തന്നെ നടക്കാൻ പോവുകയാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഇനി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ 35 വർഷത്തിന് ശേഷം CPM-ന് സീറ്റ് നഷ്ടപ്പെട്ട ആ ലോക്സഭാ മണ്ഡലത്തിൽ, കഴിഞ്ഞ തവണ കോൺഗ്രസ് ആധിപത്യം ഉറപ്പിച്ച ആ ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ എന്തെല്ലാമാണ് ഇനി ഉയരാൻ പോകുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മണ്ഡലത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പിന്നോക്ക അവസ്ഥ വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ്. മുൻകാലങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന ഇടത് വലത് MP-മാർ മണ്ഡലത്തെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ള ഒരു വാദം ഉയർന്നു വരുന്നുണ്ട്. ചികിത്സയ്ക്കും പഠിത്തത്തിനും ജനങ്ങൾക്ക് ഇപ്പോഴും മംഗലാപുരത്തെയാണ് ആശ്രയിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ജയിപ്പിച്ചാൽ കാസർഗോഡ് സകല ചികിത്സാ സംവിധാനവും ഉറപ്പാക്കുന്ന എയിംസ് എത്തിക്കുമെന്നാണ് ഇപ്പോൾ അശ്വിനിയുടെ ഗ്യാരണ്ടിയായി വരുന്നത് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അശ്വിനിയുടെ ഈ ഒരു ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ആപ്തവാക്യം കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് മുന്നോടിയെ തന്നെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം BJP പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുമോ, അതോ ചരിത്രം തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് തന്നെ മുന്നോട്ട് വരുമോ, അതോ ചരിത്രമൊന്നും തന്നെ ആർക്കും തിരുത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് CPM മുന്നോട്ട് വരുമോ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ആ ചരിത്രപരമായിട്ടുള്ള മുഹൂർത്തത്തിനാണ് ഏവരും കാത്തിരിക്കുന്നത്.